പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ ഒരു വിദ്യാലയ വർഷത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ ആദ്യ ആഴ്ചകളിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾക്കത് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വിദ്യാലയ സന്നദ്ധ പ്രവർത്തനങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ആഴ്ചകളിൽ, അതായത് ആകെ 10 ദിവസം വിദ്യാലയത്തിലെ അന്തരീക്ഷവുമായിട്ടും പ്രവർത്തനങ്ങളുമായിട്ടും അതുപോലെ തന്നെ 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലേക്കുള്ള പ്രവേശനത്തിനും മാനസികമായും ശാരീരികമായും അവരെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധതാ പ്രവർത്തന പാക്കേജ് ഒന്നൊരുക്കം എന്ന പേരിൽ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഞാൻ ഈ ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഗണിതത്തിലുമുള്ള അടിസ്ഥാനപരമായ സംഗതികളെക്കുറിച്ച് വളരെ രസകരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർത്തുകൊണ്ട് സന്നിവേശിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു പാക്കേജാണ്. 10 ദിവസത്തെ പാക്കേജാണ്. ഒന്നൊരുക്കം എന്നാണ് അതിൻ്റെ പേര്. അതിലുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയമായും നിങ്ങൾ ക്ലാസ് മുറിയിൽ ചെയ്യണം. വിദ്യാലയ സന്നദ്ധത പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് വളരെ വിഭിന്നങ്ങളായ ബാലവാടിക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അവരെ ഒന്ന് ഏകോപിപ്പിക്കുന്നതിനും വിദ്യാലയത്തിലെ ഒരു പ്രവർത്തന സംവിധാനവുമായിട്ട് അവരെ മാനസികമായി യോജിപ്പിക്കുന്നതിനും പഠനത്തിനുള്ള ഒരു സന്നദ്ധത അവരിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടികൾ സജ്ജമാക്കിയിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് പ്രവർത്തനങ്ങളുണ്ട്. നിശ്ചയമായി നിങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പ്രവർത്തനങ്ങൾ ചെയ്യണം. അതാണ് എനിക്ക് ഊന്നി പറയുവാനുള്ളൊരു കാര്യം. ആ പ്രവർത്തന പാക്കേജിൽ വളരെ രസകരമായ പ്രവർത്തനങ്ങൾ, അതിനകത്ത് ഗെയിംസ് ഉണ്ട്, ഭാഷാ പ്രവർത്തനങ്ങളുണ്ട്, മ്യൂസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. അവയെല്ലാം നിങ്ങൾ കൃത്യമായത് ചെയ്യണം. അതാ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, നിങ്ങളുടെ ക്ലാസ്സിൽ ഓഡിയോ കേൾപ്പിക്കുന്നതിനുള്ള സൗകര്യമില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു ഫണ്ടിന് വേണ്ടി ഒന്ന് കാത്തു നിൽക്കേണ്ട. ഒരു 1000-1500 രൂപ പരമാവധി വില വരുള്ളൂ. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങി വെക്കണം സ്വകാര്യമായിട്ട്. അതിൽ നിങ്ങൾക്ക് ഫോണിൽ നിന്നുള്ള ഓഡിയോ മെറ്റീരിയൽസ് അതുപോലെ തന്നെ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെറ്റീരിയലുകളെല്ലാം കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ 1-2 പ്രവർത്തനങ്ങൾ കൂടി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ QR കോഡ് അതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ മാതിരി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് 1-ാം ക്ലാസ്സിലെ 2-ാം ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ഹാൻഡ് ബുക്കുകളിലും ഉണ്ടാകും. അപ്പോൾ അവയുടെ ഓഡിയോയുടെ പിൻബലത്തിലായിരിക്കും മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത് ലഭ്യമാണ് എങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്രിയാത്മകമായി നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ചെയ്ത് എടുക്കുന്നതിന് സാധിക്കും. ഇതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കളുമായി 1-ാം ക്ലാസ്സിൽ നമ്മുടെ പുതിയ മക്കൾ എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാ രക്ഷിതാക്കളും ഇവിടെ വന്നിട്ടുണ്ടാവും. അവരുടെ കോൺടാക്റ്റ് നമ്പേഴ്സ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വാങ്ങാത്തവർ അവരുടെ എല്ലാവരുടെയും കോൺടാക്റ്റ് നമ്പർ വാങ്ങി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കണം. അതിനുശേഷം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യണം. അവർക്ക് അത്യാവശ്യ നിർദ്ദേശങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നൊരുക്കം എന്ന ഹാൻഡ് ബുക്കിൽ വീടൊരുക്കം എന്ന് പറഞ്ഞൊരു സബ് ടൈറ്റിലുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വീട്ടിൽ ചെയ്യാവുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ ഭാഗത്തിൻ്റെ അതിൻ്റെ ടെക്സ്റ്റ് ഫോം നിങ്ങൾ കഴിയുമെങ്കിൽ രക്ഷിതാക്കൾക്കെല്ലാം അയച്ചു കൊടുക്കണം. അത്തരം കാര്യങ്ങൾ ഒരു ഹോം ബേസ്ഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് യു ആർ ഡൂയിങ് അറ്റ് സ്കൂൾ നടക്കും. അത് നടക്കുന്നത് നമ്മുടെ പഠന പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കും. ഇത്രയുമാണ് ഒന്നൊരുക്കത്തിൻ്റെ ഭാഗമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും അത് ഭംഗിയായി ക്ലാസ് മുറിയിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിലോ ഓഡിയോ രൂപത്തിലോ നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചെങ്കിൽ വളരെ കുറച്ചേ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളായിട്ട് നൽകാൻ കഴിഞ്ഞുള്ളൂ. ഇത്തവണ കൂടുതൽ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കാം. എല്ലാവരുടെയും സഹകരണവും ആത്മാർത്ഥമായ ഇടപെടലും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.